നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. കേരളത്തിൽ പല മൂവ്മെൻറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുത്തൽ ശക്തികളായി ഉദയം ചെയ്ത പലരും പിന്നീട് അസ്തമിച്ചു പോകുന്നതും കണ്ടു. പക്ഷേ കേരളത്തിലെ ഈ മലീമസപ്പെട്ട രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പഴയ ഒരു ഓർമ്മകളുടെ ഒത്തുചേരലിൻ്റെ സ്വരം, ഓർമ്മകളുടെ ഒരു തീക്കാലത്തിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ച, നാളെ അങ്ങുൾപ്പെടുന്ന പഴയ VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ, അനുയായികൾ, അല്ലെങ്കിൽ അച്യുതാനന്ദനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവർ നാളെ തലസ്ഥാനത്ത് ഒരുമിച്ച് ചേരുന്നു. തീക്കാലങ്ങളുടെ ഓർമ്മ, അതാണ് നിങ്ങളുടെ മുദ്രാവാക്യം. കേരളത്തിൽ എന്നും നവോത്ഥാനത്തിൻ്റെ വിത്ത് പാകിയ ഒരു വലിയ സംഖ്യ ആളുകൾ അച്യുതാനന്ദനെ ഇന്ന് നെഞ്ചേറ്റുന്നു. രാഷ്ട്രീയത്തിലൊരു തിരുത്തലായി അദ്ദേഹം കടന്നു വന്നൊരു പിന്നീടൊരു തീക്കാറ്റായി കേരളത്തിൻ്റെ പല മേഖലകളിലേക്കും ആ കടന്നു ചെല്ലൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലിനോടൊപ്പം മറ്റൊരു വലിയ മുന്നേറ്റത്തിനാണ് നാളെ തുടക്കമിടാൻ പോകുന്നത്. പല മുന്നേറ്റങ്ങളും കണ്ട് പല മുന്നേറ്റങ്ങളുടെ തളർച്ചയും കണ്ട കേരളത്തിന് നാളത്തെ ഈ ഒത്തുചേരലിൻ്റെ പ്രത്യേകത എന്താണ്? അല്ല, സോമന് വളരെ പ്രസക്തമായിട്ടുള്ള കുറേ വാചകങ്ങളാണ് സോമൻ പറഞ്ഞത്. എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭൂമികയാണ്. ആ ഭൂമിക നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പതിറ്റാണ്ടുകളായി അവിടെയും ഇവിടെയുമായി പോളറൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇടത് വലത്, ഇടതിന് വോട്ട് ബാങ്ക്, വലതിന് വോട്ട് ബാങ്ക്. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ BJPയുടെ ഒരു വോട്ട് ബാങ്ക് കൂടി വന്നിരിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെയുള്ള പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനത്ത് നമ്മുടെ ഈ കൂടിച്ചേരലിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യം വളരെ അന്വർത്ഥമാണ്. അത് വളരെ കൃത്യമായി സോമൻ അത് ഉന്നയിച്ചു. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള, നാളത്തെ ഈ കൂടിച്ചേരൽ അതിൽ എഴുതാപ്പുറം വായിക്കേണ്ടതില്ല എന്നാണ്. കൂടിച്ചേരൽ എന്ന് പറയുമ്പോൾ കൂടിച്ചേരൽ നാളെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റായി മാറുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നോ എന്നൊന്നുമുള്ള അങ്ങനെ ഒരു ധാരണ കൂടിച്ചേരുന്നവർക്കില്ല എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സോമോൻ്റെ സംസാരത്തിലുള്ളതുപോലെ ഈ കൂടിച്ചേരലിന് ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം ആ കൂടിച്ചേരലിന് ശരിക്കും രണ്ട് പശ്ചാത്തലങ്ങൾ നമുക്ക് കാണാം. അതിലൊരു പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സമീപകാലത്തൊന്നും കാണാത്ത നിലയിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം അതിഭീകരമായി, അഭൂതപൂർവമായി, ഇംഗ്ലീഷ് പറഞ്ഞാൽ അൺപ്രസിഡൻറ്റഡായി ജീർണിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് VS പോയി കഴിഞ്ഞതിനുള്ള 1.5 മാസം. ഇപ്പോൾ VS പോയത് 2025 ജൂലൈ 21-നാണ്. അതിനുശേഷം ഇപ്പോൾ 2 മാസമാകുമ്പോൾ ഈ 2 മാസത്തിനിടയിൽ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലുണ്ടായിട്ടുള്ള ജീർണത എത്ര ഭീകരമാണെന്ന് സ്വയം ആലോചിച്ച് നോക്കി. കാരണം ഈ 1.5 മാസത്തിന് മുമ്പും ജീർണത ഉണ്ടായിരുന്നു. പക്ഷേ ഈ 1.5 മാസക്കാലത്തെ അനുഭവം ആലോചിച്ച് നോക്കി. സ്ത്രീപീഡന ആരോപണങ്ങൾ, അതിഭീകരമായിട്ട് സ്ത്രീപീഡന ആരോപണങ്ങൾ, അഴിമതിയുടെ പുത്തൻ കഥകൾ, പോലീസ് പീഡനത്തിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഴിമതിയുടെ കാര്യത്തിന് സ്വയം ശ്രദ്ധിച്ചെന്നറിയില്ല. കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ ദിവസം വന്നൊരു വാർത്തയുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവരുടെ ഈ കയ്യിലേക്ക് സർക്കാർ കൊടുത്ത 9 കോടി രൂപ 6 വർഷക്കാലമായി അവർ കൈവച്ചിരിക്കുന്നത്. സമയം ആലോചിച്ച് നോക്ക്. ഒരു നയാ പൈസ പോലും സർക്കാരിൻ്റെ പൈസ ചെലവഴിക്കുകയാണെങ്കിൽ അതിന് നടപടിക്രമങ്ങളുള്ള പശ്ചാത്തലത്തിലാണ് CPM-ആയിട്ട് അടുത്ത് നിൽക്കുന്ന CPM-ൻ്റെ ഖജനാവെന്ന് പോലും ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ കയ്യിൽ 9 കോടി രൂപ സർക്കാരിൻ്റെത് 6 വർഷമായിട്ട് ഇരിക്കുന്നു. മനസ്സിലായി? ഇതിനെതിരെ ഒന്നും ഒരു തരത്തിലുള്ള പ്രതികരണവുമില്ല. പ്രതിപക്ഷ നേതാവ് എന്താ ചെയ്തിരിക്കുന്നത്? സ്പീക്കർക്ക് കത്തെഴുതുക. ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി വന്നിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ അപ്പുറത്ത് കടകംപള്ളി സുരേന്ദ്രനും മുകേഷും ഗണേഷ് കുമാറും ഇരിക്കുന്നത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്തത്ര അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം. ആ പോലീസ് മർദ്ദനത്തിനെതിരെ 5 ദിവസമായിട്ടും അനങ്ങാമ്പാറ നയം സ്വീകരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പം ആ നിലയിൽ അതിഭീകരമായി കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒന്നിച്ച് ജീർണിക്കുന്നു. അത് നമുക്ക് കേരളത്തിൽ കേട്ടുകേഴ്വിയുള്ള സംഭവമല്ല. കാരണം ഭരണകൂടം മോശമായ പ്രതിപക്ഷം നല്ലതായിരിക്കും. അതാണല്ലോ നമ്മൾ കണ്ടിരിക്കും. പക്ഷേ ഇന്ന് ഭരണകൂടത്തെക്കാൾ മോശമായി പ്രതിപക്ഷവും ജീർണിക്കുന്ന ഒരു അവസ്ഥ. മറുഭാഗത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര.
അതിനെക്കുറിച്ച് ഏതാനും വാക്കുകൾ ഞാൻ ചുരുക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ സോമന, 2019 ഒരു VS പൊതുമണ്ഡലത്തിലില്ല. യഥാർത്ഥത്തിൽ 2016-17 പോലെ ഇല്ല, പൂർണ്ണമായും VS ഇല്ല എന്ന് മാത്രമല്ല, ഒരു മാസം VS ആശുപത്രിയിലും കിടന്നു. സ്വാഭാവികമായും അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ VSൻ്റെ വിലാപയാത്ര ഒരു ആംബുലൻസിൽ ഒതുങ്ങിത്തീരും എന്നാണ് സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ പോലും അങ്ങനെ വിചാരിച്ചതാണ്. കാരണം ഞാൻ ആശുപത്രിയിൽ 1-2 ആഴ്ച ഉണ്ടായിരുന്നു, അവിടെ ഒന്നും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ഒരു ആംബുലൻസിൽ തീരുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ VS അച്യുതാനന്ദൻ്റെ വിലാപയാത്ര ഉണ്ടാക്കിയ ഈ ഇമ്പാക്റ്റ് എന്താ സ്വയം ആലോചിച്ച് പോകും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന അന്നുള്ളതിനേക്കാൾ കൂടുതൽ കാഴ്ചക്കാർ VSൻ്റെ വിലാപയാത്രയിൽ ഉണ്ടായിരുന്ന കണക്ക്. ഏതാണ്ട് 10-700 പോയിൻ്റാണ് ഈ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗ് അന്നുണ്ടായത്. അപ്പം അത്ഭുതകരമാണ്, മനസ്സിലായി. അപ്പോൾ ആ നിലയിൽ VSൻ്റെ വിലാപയാത്രയിൽ അതുപോലുള്ള ജനക്കൂട്ടം, ഒരു വശത്ത് രാഷ്ട്രീയമായ ജീർണത, മറുവശത്ത് ഈ ജനക്കൂട്ടം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ VS അച്യുതാനന്ദൻ മുന്നോട്ട് കൊണ്ടുപോയ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ ആളുകൾ അവർ നാളെ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ചേരുന്നു. ഇവിടെ ഈ VS അച്യുതാനന്ദൻ കേരളത്തിന് കാട്ടിക്കൊടുത്ത ഒരു രാഷ്ട്രീയമുണ്ട്. അത് അഴിമതിക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയമാണ്, സ്ത്രീ പീഡകർക്കെതിരെയുള്ള ഒരു രാഷ്ട്രീയമാണ്, പാരിസ്ഥിതിക നടപടികൾക്കെതിരെ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാടാണ്. പക്ഷേ ഈ 3 രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴും ചില സംശയങ്ങൾ ബാക്കിയാണ്. ഒന്ന്, VS അച്യുതാനന്ദൻ ഒരു വികസന വിരോധിയായിരുന്നു എന്ന് നമ്മൾ എക്കാലവും പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേട്ട വലിയൊരു ആരോപണമാണ്. പരിസ്ഥിതിയുടെ പേരിൽ കേരളത്തിൻ്റെ വികസനം പതിറ്റാണ്ടുകളോളം പിന്നോട്ടടിച്ച ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന ആരോപണം ഒരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് അച്യുതാനന്ദൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ഇന്ന് വലിയ തോതിൽ ഭരണകൂടത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നില്ല. മറുവശത്ത് സ്ത്രീ പീഡനത്തിൻ്റെ കാര്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ കൈകോർത്ത് നിൽക്കുന്നു. വലിയ ഉച്ചത്തിലുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നില്ല. മറുവശത്ത് വികസനം, അത് പ്രതിപക്ഷവും ഭരണപക്ഷവും കൈകോർത്ത് നിൽക്കുകയാണ്. പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് വികസനത്തെ പിന്നോട്ടടിക്കരുത് എന്ന് ഭരിക്കുന്നവർ പറയുന്നു. അതിന് ഓശാന പാടുകയാണ് പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ പുതുതായി പഴയ ആശയങ്ങളുമായി ഇങ്ങനൊരു ഒത്തുചേരലിന് പഴയ VS അച്യുതാനന്ദനെ സ്നേഹിക്കുന്നവരെത്തുമ്പോൾ എത്രമാത്രം സാമൂഹിക ഇടപെടൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ സാധിക്കും ഇക്കാര്യത്തിൽ? സോമൻ 2 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന്, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VSൻ്റെ കാഴ്ചപ്പാട്. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് VSൻ്റെ കാഴ്ചപ്പാട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ അല്ല എന്ന് VS അന്തരിച്ചപ്പോൾ പറഞ്ഞത് മറ്റാരുമല്ല, ശ്രീമാൻ AK ആൻ്റണിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. വികസന വിരോധി എന്നുള്ള ഒരു ചാപ്പ VSന് കുത്തിക്കൊടുക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. 1. 2, VSൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന IT വികസനം, ആ IT വികസനത്തിലൊക്കെ തന്നെ വികേന്ദ്രീകൃതമായിട്ടുള്ള വികസനമാണ് എന്നുള്ളതൊക്കെ തന്നെ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സോ ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 10 വർഷമായിട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു. എവിടെയാണ് വികസനം ഉണ്ടായത്? ദേശീയപാതയാണ് വികസനമായിട്ട് പറയുന്നത്, അല്ലാതെ ഒന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതവിടെ ഇന്ന് ശരിക്കും സമൂഹത്തിലുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാനമായിട്ടുള്ള വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഒന്ന്, കൂടിയ അഴിമതി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഊരാളുകളുടെ ഉൾപ്പെടെയുള്ള അഴിമതി. എവിടെ അഴിമതി? ഒരു ഊരാളുകൾ അങ്ങ് ചൂണ്ടിക്കാട്ടുന്നു. അതിലപ്പുറം ഈ ഭരണതലത്തിൽ അഴിമതി ഉണ്ടെന്ന് കാടടച്ച് വെടിവെക്കുന്നതല്ലാതെ കൃത്യമായ ആരോപണങ്ങൾ എവിടെ? അല്ല സുമന, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈ കേരളത്തിലെ ഭരണ സംവിധാനം അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് സ്വയം ചോദിച്ചോളൂ, കൃത്യമായി ഏതെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അത് ചോദിക്കാനുള്ള എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം ഈ പറഞ്ഞതുപോലെ വരിയുടയ്ക്കപ്പെട്ട് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ അഴിമതി സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഭരണകൂടത്തിന് പ്രതിനിധികളായിട്ടുള്ള CPMൻ്റെ താഴെത്തട്ട് വരെയുള്ള പ്രവർത്തകരും പ്രാദേശിക നേതാക്കന്മാരും അടിമുടി അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു ഫോർഗോൺ കൺക്ലൂഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രാദേശികമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പ്രാദേശികമായിട്ട് ഉള്ള CPMൻ്റെ നേതാക്കന്മാരാണ് ആ മേഖലയിലെ അഴിമതി, ആ മേഖലയിലെ ഭൂമി കയ്യേറ്റം, അതിൻ്റെ എല്ലാം ആളുകൾ അവരാണ്. അതുകൊണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് 2, സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ അവസ്ഥ എന്താ? സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ഇന്ന്
യാഥാർത്ഥ്യബോധത്തോടെയും വസ്തുനിഷ്ഠമായും ജനങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ പോലും പിന്നെ വലിയ തോതിൽ ബാധിക്കുന്ന നിലയിലുള്ള സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതിൽ പ്രധാനമായിട്ട് രാഹുൽ മാങ്കൂട്ടം നമ്മൾ ചർച്ച ചെയ്താണ് കഴിച്ചത്. സി പി എമ്മിനകത്തുള്ള അവസ്ഥ എന്താ? സി പി എമ്മിനകത്ത് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് 2 വർഷം മുമ്പ് പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ത്രീ വന്നിട്ട് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ പരസ്യമായി, ഞാനതിവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവർ വിളിച്ചു പറഞ്ഞിട്ട് 2 വർഷമായി. പക്ഷേ അത് ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ അത് ഉണ്ട്, മുഴുവനായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ചാനലിൽ നോക്കുമ്പോഴത്തേക്കും എം പി ഗോവിന്ദൻ മാസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആരെന്നറിയോ? കെ ബി ഗണേഷ് കുമാറാണ്. അപ്പോൾ കെ ബി ഗണേഷ് മനസ്സിലായി. അതുപോലെ തന്നെ മുകേഷ് ഇതിനെ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞതാണ്, മനസ്സിലായി. അപ്പം ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അഴിമതി, ഈ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതിഭീകരമായിട്ടുള്ള ഭൂമി കയ്യേറ്റങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ വ്യാപകമായി ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പ്രതിപക്ഷം ആ മേഖലയിൽ ദയനീയമായി പരാജയപ്പെടുന്നു. പ്രതിപക്ഷത്തിൻ്റെ പരാജയത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ഭൗമ രാഷ്ട്രീയം വേണമെങ്കിൽ അത് നമുക്ക് അതുകൂടെ ഒന്ന് തുലനം ചെയ്യണം. ഇപ്പോൾ ഭരിക്കുന്നവർക്ക് പിന്തുണ നൽകുന്ന ഒരു കൂട്ടം ചാനലുകൾ, പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ചുരുക്കം ചില ചാനലുകൾ, ചില അജണ്ടകളുള്ള മറ്റ് ചാനലുകൾ. അപ്പോൾ മാധ്യമ സ്ഥാപനങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇടതുപക്ഷം തിരിച്ച് ഭരണത്തിലേറണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അതുപോലെ സോഷ്യൽ മീഡിയ അതും കൃത്യമായി വേർതിരിവുകളോടെ പല മേഖലകളായി നിന്ന് പരസ്പരം പൊരുതുന്നു, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഏത് യുക്തിഭദ്രമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചാലും അതിനെ ഖണ്ഡിക്കാൻ തക്ക ശക്തി മറുതലക്കിലുണ്ട്. അപ്പോൾ പൂർണ്ണമായി ഒരു മാധ്യമ മാഫിയാവൽക്കരണം ഇവിടെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അജണ്ടകൾ സൃഷ്ടിക്കപ്പെടുന്നതും അജണ്ടകൾക്ക് പിന്നാലെ പായുന്നതുമൊക്കെ ഓരോരോ കേന്ദ്രങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് വിടുന്ന ആശയങ്ങളുടെ പേരിലായിരിക്കാം. അപ്പോൾ നമ്മുടെ ന്യൂജൻ മീഡിയകളുടെ വളർച്ച, ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം, ഇതൊക്കെ പഴയതുപോലെയുള്ള പ്രവർത്തനങ്ങളെ വലിയ തോതിൽ പ്രതിരോധിക്കുന്നതല്ലേ? സോമൻ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി തുടർഭരണം കിട്ടുന്നത്. ആ തുടർഭരണത്തിൻ്റെ പ്രത്യാഘാതമാണ് മാധ്യമരംഗത്ത് കാണുന്ന ഈ മാറ്റം. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിട്ടുവീഴ്ചയില്ലാതെ റിലൻലെസ് ആയിട്ട് പോരാടിക്കൊണ്ടിരുന്നവരാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ. ആ ദൃശ്യമാധ്യമങ്ങൾ ഇന്ന് ഓരോ പക്ഷം പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? 10 വർഷത്തെ ഭരണം കൊണ്ട് ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിന് ഈ ദൃശ്യമാധ്യമങ്ങളുടെ മേൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനമാണ്. 1. 2, കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുലർത്തിയിരുന്ന ഒരു ധാർമ്മികതയുണ്ട്, ഒരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സിനെ മുഴുവൻ മറികടക്കുന്ന നിലയിൽ കാട്ടുകള്ളന്മാരും കാട്ടുകൊള്ളക്കാരും വനംകൊള്ളക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ TV ചാനലുകൾ തുടങ്ങുന്നു. ഒന്ന് പറഞ്ഞിട്ട് വേറൊന്ന് ചെയ്യുന്നു. ആ കാട്ടുകൊള്ളക്കാരൻ എന്ന് പറഞ്ഞ് അയാളുടെ കീഴിൽ അയാൾക്കെതിരെ വിമർശനം വേറൊരു ചാനൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ അയാളുടെ തൊഴിലാളിയായിട്ട് ഒരു ചാനലിൽ നിൽക്കുന്നു. അപ്പോൾ ആ നിലയിൽ ഈ ഭരണകൂടത്തിന് ദൃശ്യമാധ്യമങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവർ വിവേചനപരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയാണ് എന്നുള്ള കാര്യത്തിലും സോമ്യം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നില്ല. പഴയ അച്യുതാനന്ദൻ അന്ന് പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ കത്തിക്കയറിയെങ്കിൽ അന്ന് വലിയ മാധ്യമ പിന്തുണ അച്യുതാനന്ദന് കിട്ടിയിരുന്നു. ഞാനതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് സോമ്യം പറഞ്ഞതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. മാധ്യമങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷനൊക്കെ വളരെ പ്രകടമാണ്. പക്ഷേ സോയ്മോനെ നമ്മൾ പക്ഷപാതരഹിതമായി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പം ദൃശ്യമാധ്യമങ്ങളുടെ ഇടയിലൊക്കെ തന്നെ ഇത്രയേറെ ചേരിതിരിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ചേരിതിരിവുകളൊക്കെ നിലനിൽക്കുമ്പോഴും പൊതുമണ്ഡലത്തിനിടയിൽ അനീതിയും കാര്യങ്ങളൊക്കെ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയല്ലേ? ഇപ്പം ഞാൻ ഏറ്റവും പുതിയതായിട്ട് വന്ന വിഷയം എന്താ? കുന്നംകുളത്തെ പോലീസ് മർദ്ദനം. ആ പോലീസ് മർദ്ദനത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് ഭരണകൂടം ആകെ പ്രതിരോധത്തിലല്ലേ? ഒന്നാമത്തെ കാര്യം. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ തുല്യമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഗണേഷ് കുമാറിൻ്റെയൊക്കെ കാര്യങ്ങൾ.
അപ്പോൾ ദൃശ്യമാധ്യമങ്ങളെല്ലാം വേർതിരിവുണ്ട് എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റം കൊണ്ടാവാം ഇത്തരം കാര്യങ്ങളൊക്കെ വ്യാപകമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇന്ന് ചർച്ചാ വിഷയമാണ്. ആ ചർച്ചാ വിഷയമാകുന്ന സമയത്തും ഇതൊന്നും എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇവിടെ ഒരു സംവിധാനം ഇല്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളുടെ അവസ്ഥ എന്താ? വല്ലാതെ ഞെളിവിരി കൊള്ളുകയാണ് അടിത്തട്ടിലെ ജനങ്ങൾ. അങ്ങനെ അടിത്തട്ടിലെ ജനങ്ങൾ ഞെളിവിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു രക്ഷയിൽ എല്ലാം തീർന്നു, ഇനി പിണറായി വിജയൻ അടുത്ത തവണയും വരും അല്ലേ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ്റെ മരണവും അതുമായി ബന്ധപ്പെട്ടൊരു വിലാപയാത്ര നടക്കുന്നത്. ഞാനതിനെക്കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന വിവരം എന്ന് വെച്ചാൽ ആ വിലാപയാത്ര അട്ടിമറിക്കാനായിട്ട് CPM-ൻ്റെ ഔദ്യോഗിക നേതൃത്വം വലിയ ശ്രമങ്ങൾ നടത്തിയെന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത്. തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ആ വിലാപയാത്രയിൽ ആളുകൾ ഒത്തുകൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുസംഘടിതമായിട്ടുള്ള ശ്രമവും ഇവിടെ CPM-ൻ്റെ ഔദ്യോഗിക നേതൃത്വം നടത്തിയില്ല. എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകൾ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ആ 102 വയസ്സുകാരൻ്റെ വിലാപയാത്രയിൽ അണിചേർന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് പിന്നെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്നവർക്ക് നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ആ അടിത്തട്ടിലുള്ള സാധാരണ ഇപ്പോൾ കണ്ണേ കരള എന്നുള്ള മുദ്രാവാക്യം, കണ്ണേ കരള എന്നുള്ള മുദ്രാവാക്യം പിണറായി വിജയൻ നിരോധിച്ച മുദ്രാവാക്യമാണ്. പക്ഷേ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ ആളുകൾ വിളിച്ചത് മുഴുവൻ അതാണ്. ഇപ്പം ആ വിലാപയാത്രയ്ക്ക് വന്നവർ അതിൽ 2 വിഭാഗമാണ് വന്നത്. ഒന്നെന്താണ്? ഒന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ, സാധാരണ പാർട്ടി. 2 കേരളത്തിലെ മിഡിൽ ക്ലാസ്. അച്യുതാനന്ദനെ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന കേരളത്തിലെ മിഡിൽ ക്ലാസ്, കേരളത്തിലെ വന്ധ്യ വയോധികർ, കേരളത്തിലെ ചെറുപ്പക്കാരൊക്കെ വി എസ് അച്യുതാനന്ദൻ അവരാണെന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അവർക്കങ്ങനെ വി എസിനെ അറിയാം, ഇതിനറിയേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് പോലും അവർ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വി എസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ വി എസിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ജനങ്ങളുടെ മനസ്സിലേക്ക് ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കാണിക്കുന്നത്. ഇതേ വി എസിൻ്റെ ഫോട്ടോ തന്നെ ആയിരിക്കില്ലേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തങ്ങളുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധമാക്കുന്നത്? അല്ല സോമൻ, അതിനൊന്നും യാതൊരു തർക്കമില്ല, അതൊക്കെ ചെയ്യുമോ അവർ. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കറിയാം വി എസിനെ ഇവിടുത്തെ ഔദ്യോഗിക നേതൃത്വം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ വി എസിൻ്റെ വിലാപയാത്രയിൽ ആൾ കൂടിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണവും പിണറായി വിജയനോടുള്ള വിരോധമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജീവിച്ചിരുന്ന കാലത്ത് മുഴുവൻ ഇപ്പോൾ വി എസിൻ്റെ കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. 2001 പ്രതിപക്ഷ നേതാവായി. 2006 വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിച്ചില്ല, ലക്ഷക്കണക്കിന് ആളുകൾ റോഡിലിറങ്ങി. 2011 വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിച്ചില്ല, അപ്പോഴും ആളുകൾ റോഡിലിറങ്ങി 2011. എന്നിട്ട് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിക്കുകയല്ല എന്ന് ചെയ്തത്. പിണറായി വിജയൻ അധികാരത്തിൽ കയറാൻ വേണ്ടി അന്ന് 4 സീറ്റ് തോൽപ്പിച്ച് കൊടുക്കാനുള്ളത്. ഇനി 2016 എന്താ സംഭവിച്ചത്? 2016 വി എസ് എന്ന് പറഞ്ഞാൽ ആ 90 വയസ്സുകാരനെ 140 മണ്ഡലങ്ങളിലും കൊണ്ട് നടന്നിട്ടല്ലേ അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ 2006 മുതൽ വി എസ് അച്യുതാനന്ദൻ്റെ പച്ചയിലാണ് കേരളത്തിലെ പാർട്ടി നിൽക്കുന്നത്. 2006-11 കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനെ കൂച്ചുവലം കെട്ടി വലിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അറിയാത്ത ഏത് പാർട്ടിക്കാരന് ഏത് ജനമാണുള്ളത്? അതുകൊണ്ട് ജീവിച്ചിരുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെ കൊല്ലാക്കൊല ചെയ്തതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധവും കൂടിയായിരുന്നു ആളുകൾ കൂടിയതെന്ന് മാത്രമല്ല കണ്ണേ കരള എന്നുള്ള വിളിയും കൂടെ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ത്യ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് പോകുന്നതെങ്കിലും പലപ്പോഴും ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള ഉരുക്കുമുഷ്ടിയുള്ള നേതാക്കളാണ് പല സംസ്ഥാനങ്ങളിലും വളർന്നു വരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി വലിയ ശക്തനായ ഒരു നേതാവാണ്. നമ്മൾ കേരളത്തിലേക്ക് വന്ന പിണറായി വിജയൻ ഒരു ഏകാധിപത്യ ശൈലിയിൽ പാർട്ടിയെയും ഭരണത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു നേതാവാണ്. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ, കർണാടകയിലെ ഇപ്പോൾ നമ്മൾ സിദ്ധരാമയ്യയുടെ കാര്യം പറയുമെങ്കിലും DK ശിവകുമാർ, അങ്ങനെ ആന്ധ്രാപ്രദേശ്, നമ്മൾ ഓരോ തെലുങ്കാനയൊക്കെ എടുത്താൽ അവിടെയൊക്കെ നമുക്ക് ചന്ദ്രബാബു നായിഡു, അങ്ങനെ വളരെ തീജ്വാല ഉയർത്തുന്ന വളരെ ഉശിരുള്ള ഏകാധിപത്യ ശൈലിയിലുള്ള നേതാക്കൾക്ക് പിന്നിൽ ദുർബലരായ ജനങ്ങൾ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ പിണറായിക്ക് പകരം ഒരു ഓപ്ഷൻ ഏതാണ്? കൂട്ടത്തിന് പിണറായിയെ തിരുത്താൻ കഴിയുമോ? അല്ല, അതായത് ഈ സോയ്മോനി പറഞ്ഞതിനകത്തുള്ളൊരു ചെറിയ പരിമിതി എന്തെന്നറിയാം. ഈ സോയ്മോൻ പറഞ്ഞ മറ്റ് പാർട്ടികൾ അവരുടെ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ബൂർഷ്വാ പാർട്ടികളും അവരുടെ നേതാക്കന്മാർ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളത്തിലുള്ളത്, മനസ്സിലായി? അല്ല, അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ പിണറായി വിജയൻ അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ ബൂർഷ്വാ പാർട്ടികളിൽ ചിലപ്പം ഇതുപോലുള്ള ഏകാധിപതികൾ 10 വർഷം കഴിഞ്ഞിട്ടുമൊക്കെ നിലനിന്ന് പോയേക്കാം. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ
10 വർഷമൊന്നും കഴിഞ്ഞ് ഇതുപോലുള്ള ഏകാധിപതി നേതാക്കന്മാർ നിലനിന്ന് പോവില്ല. അല്ല, ഷീ ജിൻപിങ്, പുതിൻ പോലെ അതൊക്കെ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രത്തിലൂടെ വളർന്നു വന്ന രാജ്യം പിടിച്ചെടുത്ത അതൊക്കെ ആണെങ്കിലും അവരൊക്കെ മുന്നുവരെ അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണോ ഏകാധിപതിയാണോ നമുക്കറിയാമല്ലോ. കേരളത്തിൽ പിണറായി വിജയന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ആരാ? കേരളത്തിൽ പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വെല്ലുവിളി പിണറായി വിജയൻ തന്നെ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളാണ്. അവരാണ് ഈ പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ തുടരരുതെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവരാഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ തുടർന്നാൽ പാർട്ടി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ്. അല്ല, പക്ഷേ CPM-ൽ ഇതുവരെ എതിർ ശബ്ദം നമുക്ക് പുറമേ കേൾക്കാൻ കഴിയുന്നില്ല. അനാരോഗ്യമോ പ്രായാധിക്യം മൂലം പിണറായി വിജയൻ സ്വയം ഒന്ന് മാറി നിന്നില്ല എങ്കിൽ അടുത്ത തവണയും പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുന്നിൽ നിന്ന് നയിക്കുക. അല്ല സോമനെ, ഞാൻ പറഞ്ഞത് നമുക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയാം, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുമ്പോഴും ഞാൻ മറുഭാഗം പറയാം. എന്നോടൊരു പ്രധാനപ്പെട്ട ആൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നറിയോ, ഒരു 3-4 മാസം കൂടെ കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ സ്ഥിതി വളരെ വഷളായിരിക്കും എന്നാണ്. കാരണം അയാൾക്കൊരു രോഗമുള്ളതിനെ കുറിച്ചിട്ട് രോഗമുള്ളത് നമുക്കറിയാം. 80 വയസ്സായി. ഇപ്പം തന്നെ പിണറായി വിജയൻ്റെ ശരീരഭാഷ നമ്മളൊന്ന് നോക്കിയേ. ഒരു 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 പാറക്കല്ലിങ്ങനെ ഉരുണ്ടുരുണ്ട് പോകുന്ന പോലെ അയാൾ ഇങ്ങനെ നടക്കും എന്നുള്ളതല്ലാതെ ഭരണം മുന്നിൽ കാണുമ്പോൾ അല്ല സോമനെ, ഞാൻ പറഞ്ഞത് ഈ ഭരണം എന്ന് പറഞ്ഞൊരു കവചമുള്ളത് കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പോകുന്നത്. എന്തെങ്കിലും ഞാനിപ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് എന്തെങ്കിലും വികാരം നമുക്ക് അയാളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുമോ? ഇപ്പോൾ ചിരിക്കാറുണ്ട്. അല്ല ചിരിച്ചത് സതീശനിരുന്നപ്പോഴാണ് ചിരിച്ചത്. സതീശെ കൊണ്ട് അത് കഴിഞ്ഞു, പിണറായി കൊണ്ട് ചിരിപ്പിക്കാൻ സതീശന് കഴിഞ്ഞു. പക്ഷേ ഒരു വികാരം അയാളുടെ മുഖത്തില്ല. കാരണം വെച്ചാൽ പിണറായി വിജയൻ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എന്താണ് ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ പാർട്ടി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും താൻ ഈ പാർട്ടി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ പിണറായി വിജയൻ അറിയാം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറേ ആളുകൾ ഞങ്ങൾ VS അനുസ്മരണ സമിതി എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അതിനകത്ത് ഒരാളുടെയും പേരൊന്നും KM ഷാജാൻ്റെയോ അല്ലെങ്കിൽ ഉമേഷ് ബാബുവിന് അങ്ങനെയൊന്നും പേരൊന്നും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കുറേ ആളുകൾ നല്ല പ്രധാനപ്പെട്ട ആരൊക്കെ അല്ല, അതിപ്പോൾ ഞാൻ ഉണ്ട്, പിന്നെ KC ഉമേഷ് ബാബു ഉണ്ട്, പിന്നെ പിയേഴ്സൺ ഉണ്ട്, ആസാദ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകളുണ്ടെന്ന് മാത്രമല്ല ഈ VS നടത്തിയിരുന്നത് പോലെയുള്ള റിലൻലെസ് ആയിട്ടുള്ള സമരം നടത്തുന്ന ഒരുപാട് സമര സംഘടനകളുണ്ട്. ഇപ്പം നമ്മുടെ പിന്നെ CR നീലകണ്ഠനെ പോലുള്ള ആളുകളുണ്ട്. മനസ്സിലായി, അഴിമതിക്കെതിരായി പോലും. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയാണ് ഡെവലപ്പ് ചെയ്തത്. അല്ല, ഇത്തരം ആളുകളെ എല്ലാ കാലത്തും ഇപ്പോൾ ചാനലുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനപ്പുറത്ത് കൃത്യമായൊരു മാധ്യമ പിന്തുണ ഇത്തരം മൂവ്മെൻറ്റ്സിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അല്ല സോമൻ, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? അങ്ങനെ ലഭിക്കാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ മൂവ്മെൻറ്റുകളെല്ലാം പ്രാദേശികമായി ഒറ്റപ്പെട്ട് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇവരൊന്നും കൂട്ടായി ഒന്ന് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. ഇവരുടെ ഒരു പൊതു സ്വഭാവം വെച്ചൊരു സംഘടനയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്നവരാണ് ഇവരൊക്കെ. സ്വന്തമായ അഭിപ്രായം അല്ല സോമനെ, ഞാൻ പറഞ്ഞ ഒരു തർക്കവും അക്കാര്യത്തിലൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അതെല്ലാം മാറ്റിവെച്ച് ഒറ്റയ്ക്ക് ഒരു മനസ്സോടുകൂടി നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയില്ലെങ്കിൽ നാളെ ജീവനോടെ പോലും ഉണ്ടാവില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയന്റെ ഭരണത്തിനെതിരെ പ്രതിപക്ഷത്തിന് നിങ്ങൾക്ക് പിന്തുണ കൊടുക്കാമല്ലോ ഈ ഒരു സമിതിക്ക്. അല്ല സോയിമോനെ, പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾ ഈ നടത്തുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇപ്പോൾ നാളെ ഇത് പ്ലാറ്റ്ഫോം ആവില്ല, പാർട്ടി ആവുന്നൊന്നും ഞങ്ങൾക്കൊരു അവകാശവാദമില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നവരുടെ ഒരു പിന്നെ കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളത് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇനി ഇതുണ്ടായില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാമോ? ഇത് ഉണ്ടായില്ലെങ്കിൽ ഇതിൽ നല്ല പങ്ക് ആളുകളും പിന്നെ അവർക്കുള്ള കലിപ്പിൽ അവർ BJPക്ക് പോയി കുത്തും സോയിമോനെ. ഇപ്പം ഞാൻ ഉദാഹരണം സോയിമോനെ പറഞ്ഞുതരാം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചു. 2019 KS രാധാകൃഷ്ണൻ മത്സരിച്ചു. KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ 1,20,000 വോട്ടാണ് കിട്ടിയത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 3 ലക്ഷം വോട്ട് കിട്ടി. BJPക്ക് പിന്തുണ കൂടി വരുന്നു. കൂടി. ഈ BJPയുടെ കിട്ടിയ 1,80,000 വോട്ടിൽ 90% CPMൻ്റെ വോട്ടാണ് സോയിമോന്. ഈ കായംകുളത്ത് CPMൻ്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ്, BJP 1ാം സ്ഥാനം. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിച്ചെടുത്ത് ചെറിയ വോട്ടുകൾക്ക് BJP 2ാം സ്ഥാനം. അപ്പോൾ ആലപ്പുഴയിലൊക്കെ BJPക്ക് വോട്ട് ചെയ്ത ആളുകളിൽ ബഹുഭൂരിപക്ഷം പേരും CPMകാരും പിന്നെ VSനോട് അഭിമുഖം ഉണ്ടായിരുന്നവരാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കാരണം എന്താ? CPM ചൂർണിച്ച് ഇല്ലാതാവുന്നു, കോൺഗ്രസിനെ കൊണ്ടൊന്നും പറ്റുന്നില്ല, അതുകൊണ്ട്
പോയി BJP ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി ഈ പറയുന്നത് പോലെ വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുന്ന CPM-ൻ്റെ പിന്നെ അഭ്യുദയകാംക്ഷികളെ, ഫെലോ ട്രാവലേഴ്സിനെ അവരെ ഒരു വേദിയുടെ കൂടെ കൊണ്ടുവന്ന് അവരുടെ നേതൃത്വത്തിലുള്ളൊരു ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടില്ലെങ്കിൽ വലിയ അപകടമാണ് പിന്നെ പ്രതിപക്ഷത്തിനൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കങ്ങനെ അവകാശവാദമൊന്നുമില്ല. ഞങ്ങൾ നാളെ ഒരു പ്ലാറ്റ്ഫോമാകും, അത് കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടിയാകും, അങ്ങനെയുള്ള അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന തിരിച്ചറിവ് എന്താ സ്വാമിമാരെ, ഇനി ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്ന് പോരാടാതെ, ഒരുമിച്ച് നിന്ന് വിട്ടുവീഴ്ചയില്ലാതെ അചഞ്ചലമായി പോരാടാതെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്വയം പറഞ്ഞല്ലോ, ഇവരെല്ലാവരും കൂട്ടായി ഒരുമിക്കുന്ന പ്രശ്നം, ഇവരുടെയൊക്കെ പ്രശ്നം എന്നൊക്കെ സ്വയം പറഞ്ഞല്ലോ. അത് ശരിയാണ്. അത് മുന്നോട്ട് കൊണ്ടുവന്നില്ല എന്നുള്ളതുകൊണ്ടാണ് VS യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായത്. എന്താ കാര്യം എന്നറിയാമോ? VSൻ്റെ കൂടെ ഞങ്ങളൊരു 5-6 പേര് നടത്തിയ കൂട്ടായ പ്രവർത്തനം. ഇപ്പം ഞാൻ ജോസഫ് സി മാത്യു, ശക്തിധരൻ, ഞങ്ങൾ പല ആളുകളും പലതരത്തിലുള്ള സ്വഭാവങ്ങളും ഈഗോയൊക്കെ ഉള്ള ആളുകളായിരുന്നു ഞങ്ങൾ, മനസ്സിലായി. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളന്ന് VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്ത് ഞങ്ങളുടെ ഈഗോയും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചു. ഇപ്പോൾ ഞാനൊരു പിന്നെ മുൻദേശീയക്കാരനാണ്, സോയിമാനേറ്റം നന്നായിട്ട് അറിയാമല്ലോ. ശക്തിധരൻ ഒരുപാട് സ്വഭാവത്തിൽ പ്രത്യേകതകളുള്ളതാണ്. ജോസഫ് സി മാത്യു ഈ പറഞ്ഞ ഇടതുപക്ഷ പാരമ്പര്യമൊന്നും ഇല്ലാതെ പിന്നെ ഒരു IT എക്സ്പേർട്ടായിട്ട് വന്ന ആളാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന P വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇൻട്രോവേർട്ടായിരുന്നു. അങ്ങനെ പലതരത്തിൽ പല ദിക്കിലും പല ഭാഗത്തേക്കും തിരിഞ്ഞു പോകാൻ ഉള്ള സ്വഭാവമുള്ള ആളുകളെ 5 വർഷം ഒരുമിച്ച് ഒറ്റയ്ക്ക് നിർത്തി പ്രവർത്തിപ്പിച്ചതുകൊണ്ടാണ് VS അന്ന് മുഖ്യമന്ത്രി. അല്ല, അവിടെ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ഒരു അച്യുതാനന്ദനുണ്ടായിരുന്നു. പിന്നീട് കാലഘട്ടം ഏറെ മാറി. ഇപ്പോൾ ഇലക്ഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജേഴ്സ്, അജണ്ട മാനിപ്പുലേറ്റേഴ്സ്, അങ്ങനെ ഒരു പുതിയ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടി ഒരു ഭാഗമാണ്. അജണ്ടകൾ സെറ്റ് ചെയ്യപ്പെടുന്നു, അത് കൃത്യമായി ജനങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ ഭരണം ആര് നേടും, ഭരണം നേടാനുള്ള ഘടകങ്ങൾ എന്തൊക്കെ, ഇത്തരം കാര്യങ്ങളിലാണ് ഇന്ന് ഗവേഷണവും മാനേജ്മെൻറ്റും. അതിലൊന്നും ഒരു സംശയമില്ല. സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഈ കെട്ടുവിട്ടുള്ള വളർച്ച അത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അതെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതാരാ? CPM 5 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട്. CITUവിൽ 25 ലക്ഷം അംഗങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ NGO യൂണിയൻ മറ്റു തൂണിലും തുരുമ്പിലും. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തും CPM-നെ വേണം നമുക്ക് കാണാം. അവർ ജയിലിലുണ്ട്, അവർ കോടതിയിലുണ്ട്, സ്കൂളിലുണ്ട്, കോളേജിലുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു സ്വയംഭവനെ. എന്നിട്ട് 2024 എന്താ കിട്ടിയത്? 20,000 വോട്ടിന് ഒരു സ്ഥലത്ത് ജയിച്ചു. ഇതാണ് 2024 സംഭവിച്ചത്. VS അച്യുതാനന്ദൻ 6-7 വർഷമായി രാഷ്ട്രീയത്തിലില്ലായിരുന്നു. VS അച്യുതാനന്ദൻ ഒരു മാസം ആശുപത്രി കിടന്നപ്പോൾ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ VS അച്യുതാനന്ദൻ മരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇറങ്ങി വന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നിയതമായിട്ടുള്ള ചട്ടക്കൂടിലൊന്നുമല്ല കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഞാൻ പറഞ്ഞ ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ ഭരണകൂടം ഇത്രയും സ്വാധീനം ചെലുത്തിയിട്ടും പല ചാനലുകളെയും അവർ കഷത്തിൽ ഒടിച്ചു മടക്കി വെച്ചിട്ടും അവരിന്ന് ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരായി നിൽക്കില്ല സോയിമോന്. ഇപ്പോൾ കുന്നംകുളത്തെ ഈ പിന്നെ ഇത് നടന്നു, മർദ്ദനം നടന്നു. അത് 1% ഒന്ന് പിന്നെ തമർത്തി വെക്കാൻ ഇവിടുത്തെ CPM-ന് കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒതുക്കി വെക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിനപ്പുറത്തൂടെ കാര്യങ്ങൾ പുറത്തു വരും എന്നാണ് തെളിയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സമരം ചെയ്യാൻ പോവുക. ഇനി അല്ല, ആർക്കെതിരെ സുമൻ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് പ്ലാറ്റ്ഫോം അല്ലെ പാർട്ടി അല്ലെങ്കിൽ 3 മുന്നണികൾക്കായിട്ട് സമരം അങ്ങനെയൊന്നും നമുക്കിപ്പം ഐഡിയ ഇല്ല. പക്ഷേ ഒരു കാര്യം ഇതിനകത്ത് ഉറപ്പാണ്, കുന്തമുന ഭരണകൂടത്തിനെതിരെ തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം ഈ സമൂഹത്തിൽ ഏറ്റവും ഈ പറഞ്ഞ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ടെൻഡൻസികൾ കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ്. അപ്പോൾ ഭരണകൂടത്തിനെതിരായിട്ടുള്ള സമരമാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. അപ്പോൾ മെയ്യനക്കാതെ പ്രതിപക്ഷത്തുള്ള UDF-നും NDA-ക്കുമൊക്കെ അതിൻ്റെ നേട്ടം കൊയ്യാൻ കഴിയില്ലേ? അല്ല, അങ്ങനെയല്ല. ഇത് ഭരണകൂടത്തിനെതിരാണ് എന്ന് പറയുമ്പോൾ വലിയൊരളവ് വരെ പ്രതിപക്ഷത്തിന് അതിൻ്റെ നേട്ടം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. കാരണം ഭരണകൂടത്തിനെതിരായിട്ടാണല്ലോ സമരം. ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നത് പിന്നെ ഭരണകൂടമാണ് ഇവിടെ ഏറ്റവും കുഴപ്പം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഴിമതി ആയിക്കോട്ടെ, ഈ പിന്നെ പോലീസ് മർദ്ദനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്രീപീഡനം ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും വഴി കാണിച്ചു കൊടുക്കുന്നത് ഭരണകൂടമാണ്. ഇപ്പോൾ നമ്മൾ ശ്രീപീഡനത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയേ, ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ
അയാളതിനകത്തിരിക്കില്ല എപ്പോഴും, ഗണേഷ് കുമാർ ഇരിക്കില്ല. സ്വാഭാവികമായും കുന്തമൻ അവർക്കെതിരായിട്ടായിരിക്കും. അതേസമയം തന്നെ പ്രതിപക്ഷത്തും ബി ജെ പിയിലും ഒക്കെ ഉള്ള ദൗർബല്യങ്ങൾക്കെതിരായിട്ടും സംസാരിക്കും. അതിൽ ആരും തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മളിവിടെ ഒന്ന് ഒരുമിക്കുന്നു, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. രണ്ട്, നമ്മൾ ഇത് നമ്മുടെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ചിലപ്പം വിജയിച്ചില്ല, നമ്മൾ പരാജയപ്പെട്ടെന്നിരിക്കും, നമ്മൾ തന്നെ ചിലപ്പോൾ ഇല്ലാതായെന്നിരിക്കും. സോയിമോനൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ അടുത്ത തവണ പിണറായി വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും ഈ ലോകത്തുണ്ടാകത്തില്ല. ആദ്യത്തെയോ രണ്ടാമത്തെയോ ആൾ ഈ ലോകത്തുനിന്ന് പോകുന്നത് ഞാനായിരിക്കും. അതിന് ഒരു തർക്കവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒക്കെ ഒരു അതിജീവനത്തിൻ്റെ ഒരു പ്രശ്നവും കൂടെയാണിത് എന്നുള്ളത് കൊണ്ട് ഞങ്ങളൊരു പരീക്ഷണം നടത്തുന്നു എന്ന് മാത്രമേ ഇതിനെ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ കെ എം ഷാജഹാൻ. നന്ദി, നമസ്കാരം.